ചേട്ടാ രാവിലെ തൊട്ട് കാത്തിരുന്ന് മാധ്യമങ്ങളെല്ലാം ഒരു ജാമ്യത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് രാവിലെ തൊട്ട് എല്ലാം ബ്രേക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ചാനലുകളൊക്കെ. ജാമ്യമില്ല, പാർട്ടിന്നും പുറത്തായി. പാർട്ടിന്ന് ഇപ്പൊ ഇതുവരെ കൊട്ടിഘോഷിച്ച് നടന്ന ഇപ്പൊ ഈ 7-8 ദിവസമായിട്ട് ഒളിവിൽ ഇരിക്കുവാണ്. എന്തൊക്കെയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പുള്ളി ഇരുന്നത്. എന്തായാലും ഒന്നും കിട്ടിയില്ല. അതേ പാർട്ടിന്നും പുറത്താക്കി. എന്താണ് ശരിക്കും ഇനി പറയാനുള്ളത് നമുക്ക്? ഈ ഒരു ചോദ്യം ഞാൻ തിരിച്ചാ ചോദിക്കുന്നത്. ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാജി അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, ജാമ്യം നിഷേധിക്കുന്നു, മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വിദ്യക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് വിദ്യനെ കാണുന്നത്? ഞാൻ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നോർമലി ഞാൻ പറയും, ഒരു സാധാരണ ഞാൻ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് ഇപ്പൊ ഞാൻ സംസാരിക്കും, ചിലപ്പോൾ അതിനകത്ത് പൊളിറ്റിക്സ് വരും. ഞാൻ പൊളിറ്റിക്കലി അല്ല, ഒന്നും ഞാൻ ഒരു രാഷ്ട്രീയവും കലർത്തുന്നില്ല, ഒന്നും കലർത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ജാമ്യം കൊടുക്കാതെ നേരായ ഒരു നീതി തന്നെ കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം, ഒരു സ്റ്റെപ്പ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു തീരുമാനം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും വഴിക്ക് ഏതെങ്കിലും ലൂപ്പ് ഹോളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും സമൂഹത്തിലോട്ട് ചെല്ലുന്ന ഒരു തെറ്റായ സന്ദേശം. തീർച്ചയായിട്ടും. കാരണം തെറ്റ് ചെയ്യാൻ അത് പലർക്കും പ്രചോദനമാവും. അതായത് എന്ത് തെറ്റ് ചെയ്താലും ഇത്രേ ഉള്ളൂ. അല്ലേ തന്നെ നമ്മുടെ സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയോട് സാധാരണപ്പെട്ട ആൾക്കാർക്കൊരു വിലയില്ല. കാരണം എല്ലാവരും എന്ത് തെറ്റ് ചെയ്താലും എങ്ങനായാലും ഇറങ്ങി വരും എന്ന് സാധാരണക്കാർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, ഇത്ര നാളേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ജാമ്യം കിട്ടിയതേ പുറത്തു വരും, പിന്നെ അവർ സാധാരണ പോലെ നടക്കും, നമ്മൾ ഈ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരും ഒക്കെ മണ്ടന്മാരാകും എന്ന് സാധാരണക്കാർ പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇങ്ങനൊരു ജാമ്യം കൊടുക്കാതെ നേരായ രീതിയിൽ കേസ് മുന്നോട്ട് പോകുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം ഇനി ഒരു തെറ്റ് ചെയ്യാൻ പലർക്കും ഇതൊരു പേടിയായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇത് ഒരു ഇങ്ങനെ സംഭവിക്കാം എന്നുള്ള ഒരു പേടി വരട്ടെ, അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്ന് തോന്നൽ വരാനെങ്കിലും ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. സഹായിക്കുമായിരിക്കും. കാരണം എല്ലാവരും വിചാരിച്ചു, കാരണം ഹോൾഡുണ്ട്, സാമ്പത്തികമുണ്ട്, ഹോൾഡുണ്ട്. ഇതിനു മുന്നേ വന്ന പല ആരോപണങ്ങളെയും സൈബർ അറ്റാക്കിലൂടെ അടപ്പിച്ചിട്ടുണ്ട്. പിടിപാട് കൊണ്ടും കാശെറിഞ്ഞും എല്ലാവരെയും അടപ്പിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കാൻ ആൾക്കാരും ഉണ്ട്. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചത് ഇത് തന്നെയാണ്, ചിലപ്പോൾ ജാമ്യം കിട്ടും. ജാമ്യം കിട്ടിയാൽ എന്ത് വിലയാണ്, അതായത് ആ പെൺകുട്ടികൾക്ക് എന്ത് വിലയാണ്, അവർക്കൊരു നീതി കിട്ടാതെ പോയി, അല്ലെങ്കിൽ അവരുടെ പരാതിക്കൊരു നീതി കിട്ടാതെ പോകുന്നു എന്ന് കരുതപ്പെടുമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കാതെ ഒരു മാറ്റം വന്നതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ നമുക്കിനി ഇതിനെ പൊളിറ്റിക്കലായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും ഇനിയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് എങ്ങനെ ബാധിക്കും, അതാണ്. കാരണം നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വം പേടിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നത്. ഇത് പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ നോക്കേണ്ടത്? ഇപ്പൊ ജാമ്യം കിട്ടി, ജാമ്യം നിഷേധിച്ചു, അത് കോടതിയുടെ ഒരു നല്ലൊരു ടേക്കാണ്. എന്തുകൊണ്ടാണ്? ഇപ്പം വിദ്യ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അച്ചിട്ടാണ്. കാര്യം കുറെ കാലമായി നമ്മുടെ നിയമവ്യവസ്ഥയോട് ആൾക്കാർക്ക് തോന്നിയിട്ടുള്ള ഒരു അവജ്ഞയുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്തിനാടെ കേസിന് പോകുന്നത്, കേസിന് വലിയവരുടെ കൂടല്ലേ ഇന്ന് കോടതി നിയമമൊക്കെ നിൽക്കും എന്ന് സാധാരണക്കാരും ഈ ഒരു വലിയ വിഭാഗം പെൺകുട്ടികളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നമ്മളെ പീഡിപ്പിച്ചു കഴിയുമ്പോൾ ആ പീഡനം പുറം ലോകം അറിയുമ്പോൾ അങ്ങനെ പരാതിപ്പെടാതിരുന്ന എത്രയോ അധികം പെൺകുട്ടികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂവിൽ തന്നെ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഷഹനാസ് എന്ന് പറയുന്ന അവരുടെ സാഹിതി സാംസ്കാരിക ഗ്രൂപ്പിൻ്റെ നേതാവ് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ. പുറത്ത് പറയാൻ മടി, പുറത്ത് പറയാൻ ഭയം. ഈ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തിരുന്ന ഇമെയിൽ അയച്ചു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും KPC അധ്യക്ഷനും പരാതി അയച്ചിരുന്ന ബാംഗ്ലൂരു സ്വദേശിനിയായ 23 വയസ്സുകാരി. ആ പെൺകുട്ടിയും പറയുന്നതാണ്, പുറം ലോകത്തോട്ട് പറഞ്ഞ് പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഭയം, ആ ഭയം കൊണ്ടാണ് പലരും പരാതി പറയാതിരിക്കുന്നത്. പക്ഷെ ഇത് നല്ലൊരു സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ റിനി തന്നെ, ഇപ്പൊ റിനിയുടെ ഈ ജാമ്യം നിഷേധിച്ചതിന് ശേഷം റിനിയുടെ ഒരു പ്രതികരണം വന്നപ്പോഴും ആ പെൺകുട്ടിയും പറയുന്നുണ്ട്, കാരണം സൈബർ അറ്റാക്കുകൾ, വളരെ വലിയ സൈബർ അറ്റാക്കുകൾ നേരിട്ടു, അതിന്റെ മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പം അതാണ് പറയുന്നത്, അതിനെ സത്യം പറഞ്ഞാൽ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി അല്ലെ കോടതി കൊടുത്തതെന്ന് തന്നെ പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. ഈ കോടതി വിധിയെ നമ്മൾ എന്തായിരുന്നാലും 100% പൂർണ്ണമായി നമ്മൾ അതിനോട് യോജിച്ചേ പറ്റൂ.
കോടതി ലക്ഷ്യമാകും എന്ന് ഭയന്നിട്ടല്ല, വളരെ കൃത്യമായ ഒരു സമീപനമാണ് കോടതി എടുത്തിരിക്കുന്നത്. പിന്നെ അത് ഇനിയും സ്വാഭാവികമെന്നോണം അറസ്റ്റ് തടഞ്ഞിട്ടില്ല, അപ്പോൾ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. സുള്ളി ഭാഗത്ത് എവിടെയോ, അതായത് കർണാടക കേരള ബോർഡറിൽ എവിടെയോ ഇദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരായി സറണ്ടർ ആവാനുള്ള സാധ്യതയും ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മളിത് പറയുന്ന സാഹചര്യത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇതിനുശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ പാർട്ടി പുറത്താക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയി. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തെത്തിച്ച് ഇനി MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വോട്ട് മേടിച്ച് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ഒരു അക്രമിയായി മാറിയിരിക്കുന്ന ഒരാളെ കുറിച്ച് സണ്ണി ജോസഫ് പറഞ്ഞത് വ്യക്തിപരമായ രാജി എന്ന് പറയുന്ന വ്യക്തിപരമായ തീരുമാനം, ഞങ്ങൾക്ക് രാജി ആവശ്യപ്പെടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇവിടെയും കോൺഗ്രസ് ഒരു പക്ഷേ മുഖം രക്ഷിക്കലായിരുന്നു. അതായത് അവനെ പുറത്താക്കി കഴിഞ്ഞാൽ അയാളുടെ മേലെയുള്ള സർവ്വ അധികാരങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു. അയാൾക്ക് കോൺഗ്രസിനോടുള്ള സർവ്വ അധികാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ആ പുറത്താക്കലിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേസമയം ഇനിയും രാഹുൽ മാങ്കൂട്ടം അവിടെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയാൻ ധാർമ്മികത കോൺഗ്രസിനില്ല. ഇനി അതിന് കഴിയില്ല. എന്തിനാ? ഞാൻ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക്, ഞാൻ നിങ്ങളുടെ മെമ്പറാണോ, പാർട്ടി മെമ്പറാണോ? അല്ല, ഞാൻ MLA ആണ്. അത് എനിക്ക് ജനങ്ങൾ തന്നതാണ്. അല്ലാതെ ഞാൻ നിങ്ങൾ ഇപ്പോൾ പിന്നെ പാർട്ടി മെമ്പറായിട്ട് ഈ സമയത്തില്ല. പിന്നെ നിങ്ങൾ എന്ത് അധികാരത്തിൻ്റെ പുറത്ത് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കാൻ പറ്റും? അല്ല, പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ പറയുന്ന ഈ MLA സ്ഥാനം എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ ബേസ് ചെയ്ത് നിന്ന് കിട്ടിയതല്ലേ? ആ പാർട്ടി അവിടെയാണ് പാർട്ടി അയാളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അല്ല, ശരിക്കും ഒരു പറ്റ വോട്ടുകൾ, അതായത് ഇപ്പൊ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അവിടെ പുതുമുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ആ നാട്ടുകാരനല്ല. എന്നിട്ട് പോലും അവിടെ ശരിയാണ്, ഒരു വ്യക്തിപരമായിട്ടല്ലെങ്കിലും ഒരു പറ്റ വോട്ടുകളെങ്കിലും പാർട്ടിപരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനൊരു വിലയും കൽപ്പിക്കണ്ടേന്നാണ് ഞാൻ ചോദിച്ചത്. പാർട്ടി എന്തിനു വില കൽപ്പിക്കണം? അല്ല, രാഹുലിന് അങ്ങനെ പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് വ്യക്തിപരമാണെന്നല്ലേ പറഞ്ഞു? രാജിവെക്കണോ വേണ്ട എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടി അയാളോട് പറഞ്ഞിരിക്കുകയാണ്, അയാള് രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കൂ. അതുകൊണ്ട് അതാണ് പറഞ്ഞത്. അതിനകത്തൊരു പ്ലസ് പോയിന്റ് ഞാൻ പറയുന്നത്, ഞാൻ രാജിവെക്കുന്നില്ല, എനിക്ക് സൗകര്യമില്ല രാജിവെക്കാൻ. പക്ഷെ ഞാൻ പാർട്ടിക്കാരനല്ല. നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള മൗലികമായ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ല. പിന്നെന്തിനു ഞാൻ രാജിവെക്കണം? അല്ല, ശരിക്കും ഇവിടെ കോൺഗ്രസ് ഇപ്പൊ എന്താ ചെയ്തത്? ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വഴി ഒരുക്കി കൊടുക്കുക എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനാണ്. രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരാൾ ഷാഫി പറമ്പിലാണ്. ഈ ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എത്രത്തോളം വലിയൊരു ശക്തിയാണ് അല്ലെങ്കിൽ ഒരു ശക്തി കേന്ദ്രമാണ് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഷാഫി പറമ്പിൽ എന്നെടുക്ക പരാതി പറഞ്ഞില്ലേ ഷഹനാസ് എന്ന് പറയുന്ന അവരുടെ നേതാവ്, ഈ വനിതാ കോൺഗ്രസിന്റെ, അവര് എന്ത് ചെയ്തു? ഷഹനാസ് പരാതിപ്പെട്ടു, ഇങ്ങനെ പിന്നെ കർഷക ജാഥയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ എന്ന് ആ പെണ്ണിനോട് ചോദിച്ചു. അതിനുള്ള മറുപടി അവർ കൊടുത്തിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ പല കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പല സ്ത്രീകളോടും ഇയാൾ ഈ രീതിയിൽ മെസ്സേജ് അയക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്നു, അതുകൊണ്ട് അയാളെ പ്രസിഡന്റ് ആക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് പോലും ഈ പറഞ്ഞ ഷാഫി പറമ്പിലിന് അയച്ചിരുന്നു. അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കളി തുടങ്ങി, ഇത്തരം പരിപാടികളൊക്കെ തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ആർക്കും അറിയാം? ഷാഫി പറമ്പിലിനും അറിയാം. എന്നിട്ടും ഷാഫി പറമ്പിൽ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ഉപജാപക പ്രവർത്തനങ്ങളുടെ എല്ലാം എന്ന് വെച്ചാൽ എല്ലാം അതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരൻ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഷാഫി പറമ്പിലെ കാണാം. എന്ന് വെച്ചാൽ ഈ ഷാഫി പറമ്പിൽ ഒരു കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിക്കളയത്തില്ല. ഇത് പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവരുടെ കയ്യിൽ തന്നെയാണ്. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ കയ്യിൽ തന്നെയാണ്. ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ദീപാദാസ് മുൻഷി ചെയ്ത കളി കണ്ടില്ലേ? അതിന്റെ ഉത്തരവാദിത്തം ആരുടെ തലയിലേക്ക് തട്ടിക്കൊടുത്തു? KPCCയുടെ തലയിലേക്ക് തട്ടിക്കൊടുത്തത്. അല്ലെ AICCക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ KPCC എന്ത് ചെയ്തു? ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഇവനോട് പറഞ്ഞു നീ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി വിട്ടപ്പോൾ ഇവരുടെ തീരുമാനം എന്തായി? AICC ആണോ തീരുമാനം എടുത്തത്? അല്ല, നിങ്ങൾ തീരുമാനം എടുക്കെന്ന് പറഞ്ഞു വിട്ടു. ഇവനെ പുറത്താക്കരുത്, നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടു എന്ന് AICC പറഞ്ഞു. യുക്തമായ തീരുമാനം എടുക്കാനാണ് പറഞ്ഞത്. അപ്പം ആര് നല്ലവനായി?
നമ്മുടെ കെ സി വേണുഗോപാൽ നല്ലവനായി മാറി. അപ്പൊ കെ സി പതുക്കെ ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് ഇവരെ ഒരുമിച്ച് നിർത്താനേ നോക്കുകയുള്ളൂ. ഈ പറയുന്ന പോലെ ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യം പലർക്കുമെതിരായ വ്യക്തമായ പല തെളിവുകളും ഇവന്റെ പക്കലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കലുണ്ട്. ഇവൻ ഒന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇനി അതങ്ങോട്ട് പുറത്തേക്ക് വിടും. അതങ്ങനെ പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ ആർക്കൊക്കെ ദോഷം ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി കോൺഗ്രസിനെ വലിയൊരു നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള പല വിത്തുകളും ഉണ്ടെന്നേ. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാൻ വേണ്ടിയിട്ടാ, ഷാഫി പറമ്പിലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാ. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൂക്കഡായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവർ രണ്ടുപേര്. കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത തരം ക്രൂക്കഡ്നെസ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നു. ഈ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ 38 ദിവസം വീടിനകത്ത് കഴിയുന്നു. ഇതിനുശേഷം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിലേക്ക് എത്തുന്നു. എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് എത്താനുള്ള ചങ്കൂറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരായിരിക്കും, എന്തായിരിക്കും എൻ്റെ പിൻബലം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് പൊതുധാരയിലേക്ക് ഇറങ്ങുന്നതിനുള്ള വഴി എപ്പോൾ തുറന്നു എന്ന് അറിയാമോ? പേരാമ്പ്രയിൽ ആ സംഘർഷം നടക്കുന്ന ആ സ്പോട്ട് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിയിൽ ഇറങ്ങി തുടങ്ങി. പേരാമ്പ്രയിൽ ആ സംഘർഷം അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾ, അവിടുത്തെ SFIയും KSയും തമ്മിലുള്ള കുട്ടികൾ നടത്തിയ ഒരു സമരത്തിനകത്തേക്ക് എന്തിനാണ് ഷാഫി പറമ്പിലിനെ പോലെ ഒരു MP അവിടെ ഇറങ്ങി വന്നത്? അവിടെ വന്ന് എന്തിനാണ് അവിടെ പോലീസുകാരോട് ആക്രോശിക്കുകയും പോലീസുകാർക്ക് നേരെ അക്രമം നടത്തുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഈ ഷാഫി പറമ്പിൽ എന്തിനാണ് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? ഷാഫി ഷോ ആയിരുന്നു അത്. അതേസമയം എന്തിനു വേണ്ടിയിട്ടാ? ശബരിമലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അല്ല, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് വേറെ ആളുകൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുക പന്തളത്തുമൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നില്ല. ഷാഫി കൃത്യമായ അജണ്ടയോട് കൂടി തന്നെ കളിച്ചത്. അങ്ങനെ ഷാഫി പറമ്പിലിന് പേരാമ്പ്രയിൽ അത്തരം പ്രശ്നം ഉണ്ടാകുന്നു, പരിക്ക് പറ്റുന്നു. അയാളുടെ മൂക്കിന് പരിക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് അത് എന്തെങ്കിലും കേസാവുകയാണെങ്കിൽ മാത്രം അന്വേഷണത്തിൽ വരത്തേയുള്ളൂ. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒന്നും ശരിയല്ലെന്നേ. അത് കൃത്യമായി മെഡിക്കൽ റിപ്പോർട്ടുകൾ വെച്ച് അയാളുടെ മൂക്ക് പരിശോധിക്കേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ പരിശോധിച്ച് അറിയാമായിരുന്നു ഇത് മൂക്ക് പാലം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പാലം പോയ പലരും അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, ഫേസ്ബുക്കിലടക്കം പലരും എഴുതിയല്ലേ, മീശയും താടിയും വെച്ചുകൊണ്ട് മൂക്കിന്റെ സർജറി ചെയ്യൂ. സർജറി ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഈ മീശ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ പൊടി കൂടുതൽ അടിക്കാൻ വന്നിരിക്കാം. ഒരാളുടെ മുഖത്ത് പൊടി ഏറ്റവും കൂടുതൽ ഇരിക്കാൻ സാധ്യതയുള്ള സ്പേസുകളാണ് ഈ മീശ, താടി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഈ പൊടി പെട്ടെന്ന് ഈ സർജറി എടുക്കുന്നിടത്ത് ഇൻഫെക്ഷൻ ആവും. അപ്പോൾ അങ്ങനെ അത്തരം സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി മീശയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് മിക്കവാറും സർജറി നടത്തുന്നത്. എന്നിട്ട് ആ സർജറി മീശ എടുക്കുക സർജറി നടത്തുന്ന അത്യപൂർവ ചികിത്സയാണ് അത്രേ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തേക്ക് ഇറങ്ങി തുടങ്ങി. നമ്മൾ നോക്കിയാൽ മതി. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പതുക്കെ പൊതുധാരയിലേക്ക് ഇറങ്ങുകയും പിന്നീട് ആ വഴി പാലക്കാടേക്ക് കയറുകയും ചെയ്തു. ശരിക്കും സംഭവിച്ചിരിക്കുന്ന കാര്യം അതാ. ആ വഴിയാണ്, അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പൊതുധാരയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഷാഫി പറമ്പിൽ ഒപ്പിച്ചു വെച്ച ഒരു വലിയ ഷോ ആയിരുന്നു ശരിക്കും പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ പാർലമെന്ററി അംഗത്വം ഇല്ലാത്ത ഒരു പാർട്ടിക്കാരൻ, ഒരു നേതാവ് അവിടെ ഇറങ്ങി അവിടുത്തെ പലയിടങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിന് സ്കൂട്ടണി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. എവിടെ നടക്കുന്ന കാര്യം അത്? ഏത് നാട്ടിൽ നടക്കുന്ന കാര്യം? ഇങ്ങനെ പറ്റുമോ? കോൺഗ്രസിന്റെ പാർലമെന്ററി അംഗത്വത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് ഒരിടത്ത് പോയിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല. ആര് വഴി ഇറങ്ങി? ഷാഫി പറമ്പിൽ വഴി കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിച്ച് പാലക്കാട് പിന്നെ സജീവമായി. പിന്നെ അവന് വേണ്ടത് എന്തായിരുന്നു? എങ്ങനെയെങ്കിലും സൽപ്പേര് വീണ്ടെടുക്കണം. സൽപ്പേരോടുകൂടി അതിനുവേണ്ടി തന്നെയാണ് അനുശ്രീ അടക്കമുള്ള, തൻവി അടക്കമുള്ള സിനിമാ താരങ്ങളെ അവിടെ എത്തിക്കുന്നത്. അവിടെ എത്തിച്ചുകൊണ്ട് സ്ത്രീകളോട് ഞാൻ വളരെ മാന്യമായി ഇടപഴകുന്ന ഒരാളാണ് എന്ന് പൊതുജനത്തെ ധരിപ്പിക്കണം. ആ തൻവിയോടൊക്കെ ഇടപഴകിയിരിക്കുന്നത് അങ്ങനെയല്ലേ? അനുശ്രീയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലേ? അവരുടെ ഡ്രസ് കോഡ് പോലും സെയിം ആയിട്ടല്ലേ അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് ഞാൻ പൊതുധാരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായി പെരുമാറുന്നവരാണ്, അതുകൊണ്ടാണല്ലോ ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന താരങ്ങൾ പോലും എന്നോട് ഇങ്ങനെ അടുപ്പം കാണിക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കി വെക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കുറെ ഷോസ് കാണിച്ചു. ആ ഷോ കാണിച്ചപ്പോൾ ജനങ്ങളും വിശ്വസിച്ചു പോയി. അവിടുത്തെ അമ്മമാരെ കെട്ടിപ്പിടിക്കുക. ഇത് കൂടാതെ ഇതിനിടയ്ക്ക് നടത്തിയിട്ടുള്ള വലിയൊരു വർക്കുണ്ട്, ഒരു ഭയങ്കര ഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കുറേയധികം ആൾക്കാരെ വിലക്കെടുത്തു. ചില അത്യാവശ്യം വ്യൂവർഷിപ്പുള്ള യൂട്യൂബ് ചാനലുകൾ, ഈ വളച്ചാൽ ഒടിയുമെന്ന് പറയുന്ന ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇവരെയൊക്കെ പൊക്കിയിട്ട് അവരെ പേ ചെയ്തു. കൃത്യമായി അവരെ പേ ചെയ്തതിനു ശേഷം അവരോട് പറഞ്ഞു, എനിക്ക് അനുകൂലമായ വാർത്തകൾ ചെയ്യൂ, ഞാൻ ഇന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവനെ അനുകൂലിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ചില ആന്റിമാരുടെയും അക്കന്മാരുടെയൊക്കെ നമ്പർ അവർ വിളിച്ച് പലരും ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അയ്യോ, ആ ചെറുക്കൻ്റെ ഭാവി കളഞ്ഞത് VD സതീശനാണ് എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം പിന്നീട് നടത്തിയത്.
എന്നിട്ട് ഈ പറഞ്ഞ ചാനലുകളിലൂടെ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, രാഹുൽ ഈശ്വർ എന്തോ ആവശ്യം ആ ചെറുക്കൻ അവിടെ പോയി കിടക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഇല്ലേ, എന്തോ ആവശ്യം അയാൾ അവിടെ പോയി കിടക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? പിന്നെ ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഇതിനെ കളഞ്ഞിട്ട് ഇയാൾക്ക് പോയി 10-45 മണിക്കൂറായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കിടക്കുവാന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നത് കേട്ട്. ആ തീരുവാണ്, കസ്റ്റഡി കാലാവധി തീരുവാണ്. എന്തിന്റെ ആവശ്യമായിരുന്നു അങ്ങേർക്ക്? അല്ല, എന്താ ആവശ്യമുണ്ട്? ഞാൻ അറസ്റ്റ് വരിച്ചു, എന്തിനു അറസ്റ്റ് വരിച്ചു? അഭിമാനമേ ഉള്ളൂ. ഇതുപോലൊരു സ്ത്രീ പീഡകൻ കോടതി വരെ തള്ളിപ്പറഞ്ഞ ജാമ്യം നിശ്ചയിച്ച ഒരു സ്ത്രീ പീഡകന് വേണ്ടിയിട്ട് വാദിക്കാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ പൊട്ടനായിരിക്കും അത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ലോകത്തിലെ ആദ്യത്തെ പൊട്ടൻ ഇങ്ങനെ പറഞ്ഞ അവർക്കാണെങ്കിൽ ഒരു മര്യാദ വേണ്ടേ? അതുമില്ല. അപ്പം ഇങ്ങനെ കുറേ എണ്ണത്തിനെ വിലക്കെടുത്തു. ഇങ്ങനെ കുറേ വിലക്കെടുത്ത് വെളുപ്പിക്കലായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോളിഷ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പേ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായി വരുന്ന വാർത്തകൾക്ക് അവരെ ചീത്ത വിളിച്ചുകൊണ്ട് കമന്റ് ഇടണം, എനിക്ക് പ്രതികരിക്കുന്ന സ്ത്രീകളെ മോശമായിട്ട് പരാമർശിക്കണം, അതിന് എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവന്റെ ഭാര്യയാണെങ്കിലും എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും നിങ്ങൾ അവരെ തെറി പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കർശന നിർദ്ദേശം കൊടുത്തുകൊണ്ട് രംഗത്തെ കഴിച്ചുവിടുകയല്ലേ ചെയ്ത്. അങ്ങനെ അവരുടെ പാർട്ടി തന്നെയുള്ള എത്രയോ അധികം വനിതാ നേതാക്കൾക്ക് ആ ധാരണ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. VD സതീശന് പോലും പിന്നെ മുറി അടച്ചകത്തിരിക്കേണ്ട ഗതികേടുണ്ടായി. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താനുള്ള കൊടിയ ശ്രമത്തിലായിരുന്നു. അതിനുവേണ്ടി PR വർക്കുകൾ പരമാവധി പൈസ മുടക്കിക്കൊണ്ട് PR വർക്കുകൾ ചെയ്തു. അതിനുവേണ്ടി ചലച്ചിത്ര താരങ്ങളെ കൊണ്ടുവന്നു, അവരെ കൊണ്ട് നല്ലത് പറയിച്ചു. ഏറ്റവും ഒടുവിൽ ആ കാറ് കൊടുത്തു കിട്ടുന്നുണ്ട് ആ പെണ്ണുവില പിന്നെ SITയുടെ അന്വേഷണത്തിന്റെ പരിധി വന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ഞാൻ നല്ലവനാണ് എന്ന് പറയിച്ച് പിന്നെ KPCCയുടെ മിസ്റ്റേക്ക് ഉണ്ട്. പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കാലാവധി വെക്കാതെ സസ്പെൻഡ് ചെയ്തത്? അവിടെ ഉയർത്താവുന്ന ഏറ്റവും വലിയ ചോദ്യമാണ്, എന്ത് കാലാവധി വെച്ചിട്ടില്ലെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം. അതായത് ആ അന്വേഷണം എത്ര നാൾ കൊണ്ട് അവസാനിക്കുമോ അത്രയും കാലത്തേക്ക് ഇയാൾ സസ്പെൻഷനിലായിരിക്കും. എന്നിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അയാൾ നിരപരാധിയാണെങ്കിൽ തിരിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡിസ്മിസൽ തുടങ്ങിയ നടപടികളിലേക്ക് പോവാം. ഇതാണ് ശരിക്കും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല. അന്വേഷണ വിധേയമായി എന്ന് പറഞ്ഞ് സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല. ഒരു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സസ്പെൻഷന്റെ കാലാവധി 1 മാസക്കാലമാണ്. ആ 1 മാസക്കാലമാനകത്തിരുന്നു. ഇതാണ് സംഭവിച്ചത്. അതിനുശേഷം അതിന്റെ ഓട്ടോമാറ്റിക്കലി അതിന്റെ കാലാവധി പൂർത്തിയാവുന്നു, അവൻ പൊതുരംഗത്തേക്ക് എത്തി. അപ്പോൾ അതിനനുസരിച്ച് വളരാൻ വേണ്ട എല്ലാ മണ്ണും അവൻ കൃത്യമായി ഒരുക്കിയിട്ടിട്ട് തന്നെയാണ് വന്നത്. അപ്പോഴാണ് ഇരുട്ടടിയായിട്ട് ഈ പറയുന്ന പുതിയ പരാതി ഉയർന്നു വരുന്നത്. അത് കേസാകുമെന്ന് ഇവനൊട്ട് വിചാരിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവന് ഒരിക്കലും പുറത്ത് പറയാൻ അടി തെറ്റിപ്പോയി. അപ്പം ഫ്ലാറ്റിൽ നിന്ന് ആടും, ഞാൻ അവിടെ കയറി ആത്മഹത്യ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകൊച്ചിനെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ വെച്ചിരുന്നു. അതിങ്ങനെ ഭീഷണിയിൽ ഇങ്ങനെ പെട്ട് ഇവൻ ചത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. തൻ്റെ പേര് വേറൊരു തരത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്ന മറ്റു ക്രിമിനൽ കേസിലേക്ക് പെണ്ണ് പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഭയമൊക്കെ ഇവളുടെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പുറത്ത് പറയാഞ്ഞത്. സാമൂഹ്യ മാധ്യമങ്ങളോട് എന്തെല്ലാം ആക്രമം ഇവർ നടത്തുന്നത് പുറത്തു വിട്ടു. അത് വേറൊരു പേരുണ്ട്. സന്ദീപ് വാര്യരുടെ പണിയാണ് അത്. സന്ദീപ് വാര്യർ ആവശ്യമില്ലാതെ ഇതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. അതായത് ഈ കെണിയായി മാറണം. കെണി കൃത്യമായി വിരിച്ചിട്ടിട്ട് തന്നെയാണ് സന്ദീപ് വാര്യർ ഈ കളിയെല്ലാം കളിച്ചത്. എല്ലാം പിന്നെ സന്ദീപ് വാര്യർ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കളി കളിച്ചാലേ പാലക്കാട് സന്ദീപ് വാര്യർക്ക് മത്സരിക്കാൻ പറ്റും. അപ്പം രാഹുലിന്റെ ശല്യം ഒഴിവായി കിട്ടണം പാലക്കാട്. ഇനി അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്തുതന്നെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അടങ്ങിയിരിക്കില്ല. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫിക്ക് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വലിയൊരു പിന്തുണയുണ്ട്. അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അവർക്ക് വലിയൊരു പിന്തുണയുണ്ടെന്നേ. തന്നെയെല്ലാം ധാരാളമായി ഫണ്ടിങ് നടക്കുന്നുണ്ടെന്നുള്ള വിവരമുണ്ട്. അതായത് ഷാഫിക്കും ഈ പറയുന്ന SDP-യും പോപ്പുലർ ഫ്രണ്ട് അടക്കം, പോപ്പുലർ ഫ്രണ്ടുകാർ കൂടുതൽ SDP-യിലേക്ക് മാറി, ജമാഅത്തെ ഇസ്ലാമിയുടെ ഫണ്ടിങ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഷാഫി നിൽക്കുന്നത് മതേതര കോൺഗ്രസ്സുകാരനായിട്ടല്ല, ഒരു മതരാഷ്ട്രവാദ കോൺഗ്രസ്സുകാരനായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷാഫിയുടെ ഒരു പൊസിഷൻ അതാണ്. ഈ പറയുന്ന SDP-ആയിട്ട് ബന്ധമുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുണ്ട്, വെൽഫെയർ ഉണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാർ SDP-ഐ കൺവെർട്ടഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന പലർക്കും എതിരായിട്ടുള്ള എല്ലാ ആയുധങ്ങളും, ഇനിയിപ്പോൾ KC പിണങ്ങിയാൽ തന്നെയും KCക്കെതിരായിട്ടുള്ള ആയുധങ്ങൾ വരെ കൃത്യമായി ഇവർക്ക് മൂർച്ചകൂട്ടി വെക്കാൻ അറിയാം, അതിലൂടെ തകർക്കാൻ അറിയാം. അപ്പൊ ഈ പറയുന്ന ഈ ജാമ്യം നിഷേധിക്കലും പുറത്താക്കലും ഒക്കെ കോൺഗ്രസിന് തന്നെ തലവേദനയാണ്. ജാമ്യം നിഷേധിക്കൽ കോൺഗ്രസിന് പ്രശ്നമല്ല, പക്ഷേ ജാമ്യം നിഷേധിക്കൽ അവന് പ്രശ്നമാണ്. പക്ഷേ ഈ പുറത്താക്കിയ നടപടി ഇതിന് വലിയ രീതിയിൽ പേ ചെയ്യേണ്ടി വരും കോൺഗ്രസ് പാർട്ടി.
കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ, എത്ര ഉന്നത നേതാക്കന്മാരാണെങ്കിലും ഇടയ്ക്ക് കെ മുരളീധരൻ പറഞ്ഞു ഇങ്ങനെ ബ്രഹ്മാസ്ത്രം ഞങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ പറഞ്ഞു. ഇവരൊക്കെ അനുഭവിക്കാൻ പോവുക. ആ രീതിയിൽ ഇവനെ അനുഭവിപ്പിക്കും. അതിന് മാത്രം ത്രാണിയും കാശിന്റെ ബലവും എല്ലാം ആർജിച്ചു വെച്ചിരിക്കുന്ന ഒരു ടീം തന്നെയാണ് ശരിക്കും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിനകത്ത് ഷാഫി പറമ്പിൽ കൂടി കുടുങ്ങിയാൽ മാത്രമേ ഈ ഒരു നെക്സസ്, നമ്മുടെ പിന്നെ PV അൻവർ പറഞ്ഞാൽ ഈ നെക്സസിന് എൻഡ് വരും. ആ നെക്സസ് എൻഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി എനിക്ക് തോന്നുന്നു നന്നായി വരാനുള്ള സാധ്യതയുള്ളൂ.